അരുണേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണേ. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണേ. ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളവും അതൊരു അഭിമാനമായി കാണുന്ന പ്രവർത്തന. ആ പ്രവർത്തനത്തിന് പോലും ആളെ കിട്ടാഞ്ഞിട്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയവർക്ക് എവിടെയാ സമരത്തിനാള്? എവിടെയാ ഇവർക്ക് ആളെ കിട്ടുക? എന്നിട്ട് അവര് ഞങ്ങളെ വെല്ലുവിളിക്കുക, ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുക. അവർക്കറിയാം ഞങ്ങൾ ഈ ഒരു തെരുവ് യുദ്ധത്തിന് തയ്യാറല്ല. ഈ കേരളത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള്. അത് കരുതി കളിച്ച് ഇവർ മുറത്ത് കയറി കൊത്തുക. ഇവർ ഷൂ എടുത്തെറിയുന്നു, അക്രമത്തിന് വരുന്നു. ഇന്ന് വന്നത് പട്ടിക എടുത്ത വടിയായിട്ടാ. അവിടെ വളണ്ടിയർമാരാണ്, അല്ലാതെ അത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി വന്ന് അടിക്കുകയോ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യല്ല. നേരത്തെ ഒരു സംഘാടക സമിതി ഉണ്ടാക്കുന്നുണ്ട്, അതിൽ വളണ്ടിയർമാരുണ്ട്. ആ സംഘാടക സമിതിയിൽ ഇവർക്കും പങ്കെടുക്കാമായിരുന്നു. ഇവർ ബഹിഷ്കരിച്ചത് കൊണ്ടാണ് ഇവരും പങ്കെടുത്ത് സംഘാടക സമിതി യോഗം. അവർക്കിതിനകത്ത് പോലീസുകാർ ചെയ്ത് ജോലി ചെയ്യാൻ എന്താണ് വോളണ്ടിയർമാർക്കുടെ അധികാരം? അതാണ് എനിക്ക് ഇനി മനസ്സിലാവാത്തത്. സുരേഷിന്റെ മറുപടി കൂടി കേൾക്കാം. സുരേഷ് മറുപടി. വോളണ്ടിയർമാരാണ്, യൂണിഫോം ഇട്ട് ആ വോളണ്ടിയർമാരാണ്. അരുണെ ഒറ്റ കാര്യം കൂടി അരുണെ. ഇന്ന് നിങ്ങൾ പറഞ്ഞു വാഹനം പറയുന്നത് അതിലാണ് ഞങ്ങൾക്ക് പ്രയാസം. ഈ കേരളത്തിൽ താങ്കളുടെ സംഘടന, താങ്കൾ പ്രസിഡന്റായിരിക്കുന്ന ഡിവൈഎഫ്ഐ ഇന്ന് കാട്ടാക്കടയിലും അരുവിക്കരയും കുറ്റിച്ചലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണിച്ച അക്രമത്തിലൂടെ ഈ കേരളത്തിൽ കണ്ടതാണ്. കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ പിണറായി വിജയൻ കടന്നു വന്ന പാതയിൽ എവിടെയെങ്കിലും അക്രമമുണ്ടാകാതിരുന്നിട്ടുണ്ടോ? ഇതിനൊക്കെ ഉത്തരവാദി ആരാ? എനിക്ക് നേരെ കരിങ്കൊടി ഉയർത്തുന്നവരെ ആക്രമിക്കുന്നതും അവരെ നശിപ്പിക്കുന്നതും രക്ഷാപ്രവർത്തനമാണ് എന്ന് വ്യാഖ്യാനിച്ച് സഖാക്കന്മാരെ ക്രിമിനൽ പ്രവർത്തിക്ക് നേതൃത്വം നൽകിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രേരണ നൽകിയത് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ഇത് പാടില്ല, ഇത് ഞാൻ നയിക്കുന്ന യാത്രയാണ്, ക്രിമിനലുകൾ നയിക്കുന്ന യാത്രയല്ല, ഞാൻ കേരളത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് കേരളം കേൾക്കേണ്ടത്, എന്നെ സ്വീകരിക്കുന്നതും എന്റെ സർക്കാരിന് നൽകുന്ന സ്വീകരണവുമാണ് കേരളം കാണേണ്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി കത്തിയും കഠാരയും ബോംബും അതോടൊപ്പം തന്നെ ഹെൽമറ്റും ചെടിച്ചട്ടിയുമായിട്ട് വരുന്ന ഗുണ്ടകളെയല്ല കേരളം കാണേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവരവും വിവേകവും താങ്കളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ശരി, അത് മറുപടി കൂടി കണ്ടിട്ട് വരാം. വസിഫ, അക്രമം മുഖ്യമന്ത്രി ആഹ്വാനപ്രകാരമാണ്. ഈ കരിങ്കുടി കാണിക്കുന്നവരെ കണ്ടുമ്പോൾ ഹാലിളകുന്നത് എന്ത് എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ കേരളം ചോദിക്കുന്നത്. സുരേഷ് മാത്രമല്ല. അല്ല അരുണെ, ഇപ്പോ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, കരിങ്കൊടി കാണിക്കുമെന്ന് ഇവരെവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമരത്തിന് ഇവർ തയ്യാറായിട്ടേ ഇല്ല. ആ സാഹചര്യത്തിൽ ഇവരുടെ അണികൾ, ഇവരുടെ പ്രവർത്തകർ ചില സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കുക. ഇപ്പൊ ഷൂ എറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇവരെറിയ. നാളെ ഇവരെന്താ എറിയ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവർ കടാരയുമായിട്ട് ഈ തെരുവിൽ വന്ന് ഈ മുഖ്യമന്ത്രിക്ക് ഒരു സുരക്ഷാ സംവിധാനം ഇല്ലെങ്കിൽ ഇവർ കയറി വരില്ലേ? അല്ല, നിങ്ങളിങ്ങനെ ഇടയിൽ കയറി പറയല്ലേ? അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പാർട്ടിയല്ലേ? അമിത്ഷായും നരേന്ദ്രമോദിയല്ലേ നിങ്ങളെ നയിക്കുന്നത്? അവരുടെ ഗുണം നിങ്ങൾ എത്രത്തോളം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി കേട്ടോ. അമിത്ഷായും നരേന്ദ്രമോദിയും നയിക്കുന്ന പാർട്ടിയുടെ വക്താവ് എത്രത്തോളം സമാധാനം പറയും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നല്ലാതെ ഈ അമിത്ഷായോട് ഇപ്പോഴും സഞ്ജയ് ഭട്ട് ജയിലില, രാജ്യത്ത് പ്രതികരിക്കുന്ന MP-മാര് തെരുവില, അവരെ പുറത്താക്കുക, അക്രമത്തിന് നേതൃത്വം കൊടുക്കുക. മണിപ്പൂരിൽ വെടിവെച്ച നിന്നിട്ടില്ല. ഇതാ നിങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയല്ലേ. നിങ്ങൾ ഈ രാജ്യത്തെ കർഷക സമരത്തോട് കാണിച്ച പ്രതികരണം എന്തായിരുന്നു? കർഷകരുടെ ദേഹത്തൂടെ വാഹനം ഓടിച്ചു കയറ്റി. അതാ നിങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടേത് അങ്ങനെയല്ല. തെരുവിൽ കിടക്കുന്നവരെയും വീട് കൊടുത്ത് 4 ലക്ഷത്തോളം വീട് കൊടുത്ത് ബിജെപിയുടെ പ്രതികരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഞാൻ വരാം വസീഫെ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ നാളെ DGP ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് നവകേരള സദസ്സിന്റെ മറുപടിയാണ് എന്നാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ് നിങ്ങൾ ഊഹിക്കുന്നത്? ഒരു കലാപത്തിന്റെ ആഹ്വാനമാണോ KPCC പ്രസിഡന്റ് നടത്തുന്നത്? നിങ്ങളിലും നല്ലവരുണ്ടെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിലെ ഈ തലശ്ശേരിയിലെ ബ്രിണ്ണൻസ് കോളേജിലെ ഗുണ്ടായിസം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു സംസ്കാരമായിട്ട് മാറ്റാനാണ് പിണറായി വിജയനും കെ സുധാകരനും ശ്രമിക്കുന്നത്. ഇവിടെ ശ്രീ വി മുരളീധരൻ, കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും ബ്രിണ്ണൻസ് കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ ശ്രീ വി മുരളീധരനുള്ള സംസ്കാരം കെ സുധാകരന്റെയും പിണറായി വിജയന്റെയും സംസ്കാരമല്ല. അദ്ദേഹത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിനോടുള്ള താല്പര്യവുമാണ്. ഇവിടെ ഗുണ്ടായിസവും പരസ്പരം കയ്യൂക്കും അതോടൊപ്പം തന്നെ പരസ്പരം ആഭാസത്തരവും ആണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് കെ സുധാകരനും പിണറായി വിജയനും കേരളത്തിൽ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ